വാപ്പ നാട്ടിലെ ഷവർമ കൊണ്ടെത്തുന്നു എന്നാ കഴിച്ചോ. ഓക്കെ കഴിച്ച ഉമ്മ അത് ചൂടാക്കും വേണ്ട ഭയങ്കര മേടിച്ചല്ലേ. നാട്ടിൽ നിന്നുള്ള ഉപ്പ ചക്കയും മാങ്ങയെല്ലാം കൊടുത്ത അതിന് 5 കിലോ കൊണ്ടേ പഴം എയർപോർട്ടിൽ നിന്ന് പിടിച്ചിടിച്ചു. കായി നാട്ടിൽ നിന്ന് ഞാൻ പെട്ടിയൊന്നും കിട്ടിയില്ല, അവരെ വീട്ടുകാരെ കിട്ടി. ഞാൻ ഫുൾ ബിസി ആയിരുന്നു. എൻ്റെ ഹാൻഡ് ബാഗ് ഒന്നവിടെ വെച്ച് ചക്കയായിരുന്നു ഇങ്ങനത്തെ പാക്കൊക്കെ ഇട്ടി തന്ന്. ഐസോ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞ അങ്ങനെ പെട്ടി പൊട്ടിക്കാണ് നിധികൾ. ഇതാ പെട്ടിയിൽ ഇതെന്നാ അവൾ ഉപ്പ കൊടുത്തോട്ടെ. എനിക്ക് ബീഫോ കല്ലുമൊക്കെ കൂടുതലൊക്കെ എനിക്കതൊന്നും വേണ്ട. നിങ്ങൾ വണ്ടിക്ക് മുമ്പ് വേണ്ട. ഇത് ഗായ്സ് അങ്ങനെ നാട്ടിലെ ചക്ക കത്തലെത്തിയിട്ടുണ്ട്. ഇതിന് നാട്ടിൽ എത്ര വയ്ക്കുക നല്ല വിഷയല്ലേ. 100 പൈനാപ്പിൾ അല്ലത് അല്ല ചക്ക, ജാക്ക് ഫ്രൂട്ട് ചക്ക. വാവ് യമ്മി ചക്കച്ചുള ഗൈസ്. ഗൈസ് എപ്പോഴും റാപ്പ് ചെയ്ത് 400 രൂപ. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ എന്നെ കൊണ്ട് റാപ്പ് ചെയ്യേണ്ട പരിപാടി ഒരു പൊളിച്ചെടുത്തിട്ട് ആദ്യം ഞാൻ റാപ്പ് ചെയ്യുന്നില്ല. അങ്ങനല്ല, തൂക്കം കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേത് ഞാൻ പൊളിച്ചല്ലോ. ഞാൻ എല്ലാം അതുപോലെ ഒട്ടിച്ചടച്ച് എന്നോടൊന്നും ഇത് പറ്റൂല റാപ്പ് ചെയ്യണം. ഞാൻ എന്തോ എടുത്ത് എനക്കും ഭാഷയായി. ഞാൻ ഒന്നിക്കിൽ എഡിറ്റിങ് പോരുമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ വന്ന് പകുതി റാപ്പ് എടുത്തിട്ട് കിട്ടിയിട്ട് തന്നെ ക്ലോസാക്കി പണി നോക്കും. കാരണം ഓരോ തന്നെ ഒരു സർവീസ് അതല്ല പുറത്തൊരു സർവീസ് തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് മരുന്നെല്ലാം മുട്ടിയാ അതാ ഇത് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച അണ്ണാക്കിലെ ചിക്കൻ കേട്ടാ. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കരിച്ചോ മുറ്റൊന്നും എല്ലാം തിരക്കാൻ നോമ്പായിരുന്നു. പിന്നെ ടേബിൾ മേലാവും. പിന്നെ എന്നാ അത് ഐസുവിൻ്റെ ബേക്കറി അല്ലോ പൊളിച്ചിട്ടെ. മഞ്ചി എന്തെല്ലാം മേടിച്ചിക്ക്. അതാ പഞ്ഞി മുട്ടായി ഗൾഫിന്ന് പൊട്ടിക്കുന്നെല്ലാം കാണിക്കും. ഫേവറേറ്റാ എല്ലാം നെസ്ബക്കും കൂടി കൊടുത്തേക്ക് കേട്ടാ. അതെന്തെല്ലാം ചെറിയ ചെറിയ നാട്ടിലെ കാണിച്ചേ. നാട്ടിലെ തേൻമുട്ടായി അത് ഇത് എന്തെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾക്ക് നാട്ടിലേക്ക് മാത്രമേ നിങ്ങൾക്കും വേണ്ട എന്തൊക്കെ എന്നാ പുളി മുട്ടായി എന്നാ ഇത് എന്നാ എന്തെല്ലാം മേടിച്ചിട്ട്. അവിലൂസ് ഉണ്ട് എന്നാ അതിൻ്റെ പേര് പുളിമുട്ടായി പുളി ഇഞ്ചിയാ. എന്നാ ഇത് ഐസിന് എന്താ മുട്ടായി നെസുവക്കും കൊടുത്തേക്കേ. ലോറിയൊന്നും നല്ല മുട്ടില്ല കേട്ടോ, നല്ല മുറുക്ക് ഗൈസ്. പിന്നെ പിന്നെന്താണ് ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് ഇതെല്ലാം എനിക്ക് ഇപ്പം മേടിച്ചത്. ഞാൻ ഒന്നും അറിയില്ല, ഞാൻ കണ്ടിട്ട് കൂടി ഞാൻ ഇപ്പം കാണുന്നത്. അല്ലെന്നാ നിർത്തായി എന്നാ മിസ്റ്റർ എന്നാ കണ്ണുമുട്ടായി കണ്ണുന്നാറ്റ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ വിളിച്ചുതരാം. ഇവിടെ കിട്ടുന്ന സാധനം മിസ്റ്റർ എന്നാ ചുരിദാർ തുന്നി പിടിക്കണം എന്നാണെങ്കിൽ ചുരിദാർ എനിക്ക് വീട്ടുന്നുണ്ട്. ഇനി പറഞ്ഞ മേടിച്ചിരിക്കും. ഇപ്പൊ നെജിലൊക്കെ മേടിച്ചിട്ടില്ലല്ലോ എന്നോട് വന്നു നോക്കി. കാണിച്ചെടുക്കും പഞ്ഞി മുട്ടായും അല്ല കണ്ണു മുട്ടായി. ഓക്കെ ഇതാ വേറെ മുട്ടായി. ഇതായത് ഐസിൻ്റെ ഡ്രസ്സാണ്. മഞ്ചി ഇതിന് വിഷമൊക്കെ പൊട്ടി പഞ്ഞി കഴിക്കുന്നു. അതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടായി കൊടുക്കെടുക്കാം. ഐസു മഞ്ചി ഐസുവിൻ്റെ ഷർട്ട് ഇതാ വലിപ്പ കുറച്ച് വലിപ്പാന്നോ അല്ല എല്ലാ മാതിരി അല്ല ഉണ്ടല്ലോ. ഇവിടെ ഒരു ഇലക്ക് 1 റിയാലാണ് ഗൈസ്. നാട്ടിൽ 25 റുപ്യ ഒരു ഇതളിനാന്നേ.
നാട്ടുകാർക്കാരനോടാ ഇവർ വിചാരിക്കും ഇല എന്തിനാ അങ്ങ് കൊണ്ടുപോയി. പിന്നെ എൻ്റെ ചാർജർ നമ്മളെല്ലാം കണ്ടു കുട്ടിയാർക്കെല്ലാം പൊടിഞ്ഞ് പാളിസാക്കി ഗൈസ്. ഇതെല്ലാം പൊടിഞ്ഞു വയ്ക്കി. അത് നല്ല മുട്ടായി എന്നാ നന്നറിയോട്ടെ. നന്നാറി സർവത്ത് ഗൈസ്. പാലായി കൊടുക്ക ഗൈസ്. ഐസും കട്ടാണെന്ന് മാങ്ങ ഗൈസ്. കോമാങ്ങിയത് കോമാങ്ങിയെന്നല്ലോ മാങ്ങ ഗൈസ്. എല്ലാം ഉപ്പിലിട്ടൊക്കെ ബാക്കി മുളക് പൊടി മരുന്നുണ്ടോ ടേസ്റ്റ്? മുളക് പൊടി ഗൈസ്. പിന്നെ എന്നാ അച്ചാറിട്ടേക്ക്. ഉമ്മാൻ്റെ അച്ചാർ ചോദിച്ചാൽ ഉമ്മ തരൂല. അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട, കുറച്ചെടുത്തോ തന്നെ. ഞാൻ പറഞ്ഞാൽ എനക്ക് വേണ്ട, ഉമ്മക്ക് കട്ടകളില്ല. ഉമ്മാനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് കൊണ്ടുപോകാന്ന് ചോദിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. തളർന്നു പോയി. പൊറാട്ട അത് ഞാൻ എനിക്ക് അണ്ണാക്കിലെ ചിക്കൻ പൊടിച്ച റൈല് 3 പൊറാട്ട ഉണ്ടായിരുന്നു. പൂതിക്ക് മേടിച്ചില്ല, ആഗ്രഹത്തിന് മേടിച്ച്. തേങ്ങ കുറച്ച് കൂടുതൽ ഇടുക പറയാ. പിന്നെ എന്നാ എന്റെ സ്പ്രേ അതും ഇതല്ല പയ അതാളും പയ വേറെ ഇല്ലേ? ഇതാളും കഴിഞ്ഞാ സാധനം കഴിഞ്ഞാ ഐസുവിന്റെ സാധനം നിലവറ ഫുള്ള് ഐസുവിന്റെ സാധനം ഗൈസ്. ബസ്സൊക്കെ കൊടുക്കണേ വിളിക്കടാ. മതിയാ ഹാപ്പി മഞ്ചിഷ്ട? എനിക്ക് മഞ്ചറിയാവും. എനിക്ക് എന്നാ മഞ്ചാനുള്ള അടിപൊളി മുട്ടായാണ് മഞ്ചി. മഞ്ഞി മുട്ടായി ഏതാ? എനിക്ക് ഷവർമ്മ വിളിച്ചു തരാൻ പറ ഉമ്മാനോട്. ഷവർമ്മ കുറച്ച് കഴിഞ്ഞിട്ടാ ഐസ് കാണിച്ചാ അടിപൊളിയാ. എല്ലാ ഉളിയച്ചാറും ഉളിയും എന്തെല്ലാം ഉണ്ട് കണ്ണോട്. വളയും പിന്നെ മൈലാഞ്ചിയെല്ലാം മേടിച്ചിക്കല്ലോ. അതിലോട്ട് പോയി പാനോട് ചോദിച്ചല്ലേ പൊരയുള്ള അളമാരുടെ വെച്ച് വാങ്ങാൻ നോക്കുന്നുണ്ടാവും. ചക്ക തിന്നു ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അണ്ണാക്കിലെ ചിക്കനാണ്. ഒരു ചിക്കൻ പാർസൽ മേടിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുമുക്കൈ കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ചതാണ്. കുഴപ്പമില്ലായിരുന്നു. വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഹാൻഡ് ബാഗിലിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ 10 മേടിച്ച് കൊള്ളാം. പിന്നെ നാട്ടിൽ നൈസിന് ഷവർമ്മ മേടിച്ചിരുന്നു. അണ്ണാക്കളി ചിക്കൻ മേടിക്കുന്ന അണ്ണാക്കളി പൂന്തോട്ടത്തിലെ പൊറാട്ടി. ഇതാണ് ഇവിടുന്ന് കുട്ടികളൊറ്റൊക്കെ അടിച്ചു മാറാണ് ഗൈസ്. പിന്നെ ഐസും എൻ്റെ ഷവർമ്മ തിന്ന ഇങ്ങനെയാണ് സംഭവം. നാട്ടിലെല്ലാവർക്കും നോമ്പായതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്ന സമയമില്ല. നമുക്ക് എങ്ങനെ നുണച്ചിറക്കി പോവാം. നമുക്ക് വേണ്ട, ഓഡിയൻസ് നുണച്ചിറക്കട്ടെ എന്ന് വെച്ചിട്ട് കഴിച്ചോ. ചിക്കൻ നല്ലായിരുന്നു. അതിൻ്റെ ഇറച്ചി കാണിച്ചു കൊടുക്ക. പക്ഷെ എന്നും ഓട്ടം മേടിക്കുന്ന പോലെ അല്ല, നല്ല രസമുണ്ടല്ലോ ഫലമൊക്കെ. എന്നാക്കല്ലേ ചിക്കൻ ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കാൻ. പൂന്തോട്ടത്തിലെ ചിക്കൻ വലിയ വടകര ആരും ഉണ്ടല്ലോ, പുതിയൊരു യൂട്യൂബർ വന്നിട്ട് പെണ്ണ് നല്ല പാടുക വീഡിയോ. സർപ്രൈസ് എന്തല്ല മുട്ടായിക്കോളൂ ലോലിപോപ്പ് സാധനല്ലേ എന്തല്ലോ മേടിച്ചു. കൊച്ചു കൊച്ചു പാണ്ട നാരങ്ങ മുട്ടായി. ഒന്നെനിക്ക് ഒന്ന് ദിവസം വെക്കും. ഓക്കെ നോക്കാം. നല്ല മുറുക്കല തേമുട്ടയെല്ലാം കൊണ്ടുപോയിട്ട് ആരും ഒന്നും കഴിക്കുന്നില്ലാലോ. എനിക്ക് കൊണ്ടുവന്ന മൈലാഞ്ചി. ഇത് മൈലാഞ്ചി എന്നാ പറയാ? അല്ല, ഒറിജിനൽ നാച്ചുറൽ മൈലാഞ്ചിയാ. 2 പ്രാവശ്യം ഇടും കേട്ടോ. 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞ് അല്ല പറഞ്ഞാ നല്ല ചോപ്പ് ഉണ്ടാവും. കാണിക്കേശ് ഇതെല്ലാം കാണിച്ചു കൊടുക്ക്. ഇനി ഇത് കാണിക്കാത്ത എന്താ? ഐസോ
ഇത്രയും രസമുണ്ട് ഇതൊന്ന്. പക്ഷെ എന്താ കളറ് പോലെയല്ലോ. കിട്ടല്ല നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് തിന്നാൻ സമയം കിട്ടിയില്ല. ഫ്രഷ് ചക്ക ഗൈസ്. നാളെയാണ് എന്റെ ഫ്രണ്ട് അഞ്ചിന് അനിയത്തിന്റെ കല്യാണം.